Hello, Assalamu alaikum. Welcome to another video. Let's make mango pudding. ഇന്ന് നമുക്കൊരു അടിപൊളി മാംഗോ പുഡിംഗ് അങ്ങ് സെറ്റാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 3 മാംഗോസ് എടുത്തിട്ടുണ്ട്. വലുതാണ് 2 എണ്ണം മതി കേട്ടോ. ഇനി നമുക്കിത് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി വലുതായി കട്ട് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് മാംഗോ പ്യൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത മാംഗോസും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും പാലും ചേർത്തിട്ട് അടിച്ചെടുക്കാം. മാംഗോ പ്യൂരി റെഡി. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും മിൽക്കും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അടികട്ടിയുള്ള ഒരു പാൻ എടുക്കുക. എന്നിട്ട് പാലും പഞ്ചസാരയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിൽക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണേ. കസ്റ്റാർഡ് മിൽക്കും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ മാംഗോ പ്യൂരിക്ക് ഈ കസ്റ്റാർഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മാംഗോ പ്യൂരിയിൽ ആഡ് ചെയ്തിട്ട് അത് മാറ്റിയേക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് ഇച്ചിരി കണ്ടൻസ്ഡ് മിൽക്കും തിക്ക് ക്രീമും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാംഗോ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണും പാടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ക്രീം സെറ്റാക്കി എടുക്കുക. ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ ലെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സൈഡ് കട്ട് ചെയ്ത് ബ്രെഡ് എടുക്കുക. മാംഗോ മിക്സിൽ ഡിപ്പ് ചെയ്യുക. പുഡിങ് ഓരോ ലെയറും സെറ്റാക്കുക. ഓരോ ലെയർ സെറ്റാക്കുമ്പോഴും നമ്മൾ ക്രീം മിക്സ് ആഡ് ചെയ്യാൻ മറക്കരുത്. ക്രീം മിക്സ് നന്നായിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ എഗെയിൻ ബ്രെഡ് എടുക്കുക, മാംഗോ മിക്സിൽ മുക്ക് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക. ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഇച്ചിരി നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ബദാമോ പിസ്ത എന്താണെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി ഞാനിതാ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാംഗോ പുഡിങ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ പുഡിങ് കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് തന്നെ കഴിക്കണം. അതേപോലെ ക്രീമും നന്നായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അടിപൊളി ടേസ്റ്റാണ്.